അങ്ങനെ 2-3 ഇൻ്റർവ്യൂ ലെറ്ററൊക്കെ വന്നു. ഞാൻ പോയില്ല. അങ്ങനെ ഈ പ്രാവശ്യം സ്വന്തം റിസ്കിൽ സ്വന്തം പൈസയിൽ കോയമ്പത്തൂർ അമൃതയുടെ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ അച്ഛനാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. രാത്രി 10:30 അമൃത എക്സ്പ്രസ്സിനാണ് ഞാൻ പോകാൻ. ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല, ചെന്ന് ടിക്കറ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചത്. തിരക്ക് കാണത്തില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിന് വെയിറ്റ് ചെയ്ത് കുറച്ചൊരു 10-15 മിനിറ്റോളം ഇരുന്നു. 10:45 ട്രെയിൻ വന്നത്. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ഉള്ള അവസ്ഥ ഇതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ബുക്ക് ചെയ്ത് പോയാൽ മതിയായിരുന്നു. സീറ്റില്ലായിരുന്നു. ഞാൻ പാലക്കാട് വരെ നിന്നാണ് പോയത്. വെളുപ്പിനെ 3:45 4 മണി ടൈം ആയപ്പോഴാണ് പാലക്കാട് ഞാൻ ചെന്നത്. അങ്ങനെ ഞാൻ AC വെയിറ്റിംഗ് ഹോൾ എടുത്തു. 30 രൂപയാണ് 1 മണിക്കൂറിന് അവർ ചാർജ് ചെയ്യുന്നത്. ബാത്റൂമൊക്കെ വളരെ മോശമാണ്. വെയിറ്റിംഗ് ലോഞ്ചേ ഉള്ളൂ AC. അങ്ങനെ ഫ്രഷപ്പായി പുറത്തിറങ്ങി. പിന്നെ ഫുഡ് കഴിക്കണം. അപ്പം പുറത്തിറങ്ങി ഹോട്ടൽ തപ്പുമായിരുന്നു. ഹോട്ടൽ ആൾമോസ്റ്റൊക്കെ എല്ലാം ഒരു 8 മണി 9 മണി ആകുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ. പിന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു മുമ്പിൽ തന്നെ. അവിടെ കയറി ഞാൻ ഒരു ഇടിയപ്പം പിന്നെ ഒരു മുട്ടക്കറിയാണ് പറഞ്ഞത്. ഇടിയപ്പവും മുട്ടക്കറിയും കൂടെ 60 രൂപയായി. ആ ഹോട്ടലിൽ ചായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി പോയിട്ടാണ് ചായ കുടിച്ചത്. നമുക്ക് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ ജംഗ്ഷൻ വരെ പോകുന്ന മെമ്മൂലാണ് പോകേണ്ടത്. ഇറങ്ങേണ്ട സ്റ്റോപ്പ് എട്ടിമടയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുത്തു. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എട്ടിമടയിലോട്ട്. സ്റ്റേഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ മെമ്മു വന്നു. മെമ്മുവിൽ കയറി. അപ്പോൾ കോളേജിൽ തന്നെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പയ്യനോട് ഇറങ്ങേണ്ട സ്റ്റോപ്പും ഡീറ്റെയിൽസും എല്ലാം തിരക്കി. അപ്പോൾ നമ്മളീ പോകുന്ന മെമു പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കൊട്ടേക്കാട്, കഞ്ചിക്കോട്, പിന്നെ ചുള്ളിമാട, അങ്ങനെ ഇത്രയും സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് വാളയാർ, അതായത് കേരള തമിഴ്നാട് ബോർഡർ എത്തുന്നത്. അപ്പോൾ അതുവരെ ഏകദേശം റിമോട്ട് ഏരിയയാണ്. ഇടയ്ക്കിടയ്ക്ക് വീടുകളൊക്കെ ഉള്ളൂ. മെജോറിറ്റിയും കാടാണ്. വെസ്റ്റേൺ ഗഡ്സിൻ്റെയൊക്കെ ഒരു സെഗ്മെൻറ്റ്സിനകത്ത് വരുന്നൊരു ഭാഗമാണ് ഇതൊക്കെ. കഞ്ചിക്കോട് വിൻഡ്വെല്ലിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ട്രെയിനിൽ നിന്നുകൊണ്ട്. അത്യാവശ്യം നല്ല വൈബായിട്ടുള്ള യാത്രയാണ് കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്രയും മാക്സിമം ശ്രമിക്കുക. കോളേജിലേക്കുള്ള സ്റ്റാഫുകളും സ്റ്റുഡൻസും എല്ലാം പോകുന്നുണ്ട്. അവരുടെ പുറകെ നടന്ന് അങ്ങനെ കോളേജിന് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു റെയിൽവേ ക്രോസൊക്കെ ഉള്ള കോളേജാണ് അമൃത എട്ടിമടയിലെ കോളേജിന്. കോളേജിലേക്ക് മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ റെയിൽവേ സ്റ്റേഷനും ഈ റെയിൽവേ ഗേറ്റും. കോളേജിലേക്കുള്ള റെയിൽവേ ഗേറ്റാണെന്ന് തന്നെ നമുക്ക് പറയാം. വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പം അങ്ങനെ മെയിൻ എൻട്രൻസിലോട്ട് പോയി. മെയിൻ എൻട്രൻസിൽ പുറത്ത് ഇരിക്കാനൊക്കെയുള്ള കുറച്ച് സെറ്റപ്പൊക്കെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റിയെ കണ്ടു. അവിടുന്ന് പാസ്സില്ല, നമുക്ക് അകത്തോട്ട് വിടത്തില്ല. ഇൻ്റർവ്യൂവിനാന്ന് പറഞ്ഞ് പാസ്സൊക്കെ എഴുതുന്നു. അങ്ങനെ പാസ് വന്ന് ഞാൻ അകത്ത് മെയിൻ എൻട്രൻസിലോട്ട് ഇപ്പോൾ പോയി അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന ബ്ലൗസ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഒരു 3 പേരെ ഉള്ളത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. നേരെ ക്യാൻറ്റീനിൽ പോയി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി കഴിച്ചു. 170 രൂപയാണ് ഒരു ബിരിയാണിക്ക്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ബിരിയാണിയും കഴിച്ചു. അങ്ങനെ നേരെ ഇറങ്ങി. ട്രെയിൻ നമുക്ക് ഉച്ചയ്ക്ക് തന്നെ ഉണ്ട്, 2:30 തന്നെ ട്രെയിനുണ്ട്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ എൻട്രൻസിലോട്ട് കിടന്നു. സെക്യൂരിറ്റിയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ ചെന്ന് എല്ലാം പാസ്സൊക്കെ കൊടുത്ത് എല്ലാം കറക്റ്റ് ചെയ്ത് പുറത്തിറങ്ങി. സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ സൈഡ് വ്യൂ ആയിട്ട് മൊത്തം മലയാളം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തു. അതിനുശേഷം നല്ല വെയിലൊക്കെ ആയിരുന്നു. തൊപ്പിയൊക്കെ വെച്ച് നടന്ന് നേരെ ഞാൻ എത്തിയോണ്ട് സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ കോളേജായിട്ടൊരു 100 മീറ്റർ ഡിഫറൻസ് വരും. അങ്ങനെ എത്തിയോണ്ട് സ്റ്റേഷനിൽ ചെന്നപ്പം 2:30, ഞാൻ ഏകദേശം 1:30 ആ ടൈമാണ് അവിടെ ചെന്നത്. 2:30 3 മണിക്ക് ട്രെയിനുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റേഷനിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ആ കോളേജിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ആ എട്ടിമട സ്റ്റേഷൻ. മെജോറിറ്റി സ്റ്റുഡൻസാണ് പോകുന്നതും വരുന്നതല്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പാലക്കാട് ജംഗ്ഷനിലോട്ടുള്ള ട്രെയിൻ പിടിച്ചു. ട്രെയിൻ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പാലക്കാട് ചെന്നു. പാലക്കാട് നിന്ന് 4 മണിക്കുള്ള പാലരുവി എക്സ്പ്രസ്സിന് കയറി നേരെ വീട് പിടിച്ചു.